ഹായ് ഹലോ മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹോണ്ട ബ്രിയോ ആണ്. ആൾക്കാർക്ക് മാരുതി പോലെ ടൊയോട്ട പോലെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട. ആൾക്കാരെ കൂടെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നിൽക്കുന്നൊരു വണ്ടിയാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു യൂസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആളെൻ്റെ ഒരു ഫ്രണ്ടാണ്. പേര് അമൽദേവ് എന്നാണ്. ഫോട്ടോഗ്രാഫറാണ്, വെഡിങ് ഫീൽഡാണ്. നമ്മൾ രണ്ട് ഒരേ പ്രൊഫഷനാണ്. അങ്ങനെ കുറേ നാളായിട്ട് അറിയാവുന്നതാണ് പുള്ളിയുടെ വണ്ടിയും എനിക്ക് കുറേ നാളായിട്ട് അറിയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഹോണ്ട ബ്രിയോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ഇത് 2017-18 സമയത്തുള്ള വണ്ടിയാണ്. പെട്രോൾ ഫുൾ ഓപ്ഷൻ. ഇനി ഇതിൻ്റെ ടോപ്പിൽ പറഞ്ഞൊരു ഓട്ടോമാറ്റിക് മോഡലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇതെടുക്കാനാണ് പോയത്. മാരുതി സുസുക്കി സ്വിഫ്റ്റാണ് എടുക്കാൻ വേണ്ടി പോയത്. പിന്നെ ഇത് ഓടിച്ച് നോക്കിയപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതിലോട്ട് വന്നത്. സാധാരണ ആ സമയത്ത് മാരുതി സ്വിഫ്റ്റ് എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഒരു ജനപ്രിയമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. എനിക്ക് അത് മാത്രമേ അറിയാവുന്നുള്ളൂ. അത് നോക്കിയിട്ട് പിന്നെ ഇതിലെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? ഞാനൊരു ഫ്രണ്ടും കൂടെ പെട്രോൾ പമ്പിൽ നിന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നു. അങ്ങനെ ഇത് എടുത്ത് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിന്നും സ്റ്റെബിലിറ്റിയും ബ്രേക്കിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ. പവർ എങ്ങനെയായിരുന്നു? ഇതായിരുന്നു അതോ സ്വിഫ്റ്റ് ആയിരുന്നോ കൂടുതൽ? സഡൻ പിക്കപ്പ് എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഫസ്റ്റ് ഗിയറിലെ കുറച്ചുകൂടെ പെർഫോമൻസ് തോന്നുന്നത്. പക്ഷേ ഇത് റണ്ണിങ്ങിൽ നല്ലോണം ക്യാരൻ ചെയ്യും. അത്യാവശ്യം ഓടിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. സ്റ്റെബിലിറ്റിയും കൺട്രോൾ ചെയ്യാൻ നല്ല രസമുണ്ട്. പിന്നെ ആ സമയത്ത് ബഡ്ജറ്റ് എത്രയായിരുന്നു ഇത് പ്രൈസ്? ഇതും സ്വിഫ്റ്റ് ഓൾമോസ്റ്റ് ഏകദേശം ഒരേ റേറ്റ് സെയിം ആയിരുന്നു. ഇത് 780 ഒക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. സ്വിഫ്റ്റും ഏകദേശം ആ റേറ്റ് ഉണ്ടായിരുന്നു, 7 സംതിങ്. ഇത് എത്രയായിരുന്നു എടുത്ത സമയത്ത്? എത്ര കിലോമീറ്റർ ആയിരുന്നു അറിയോ? ഫ്രഷ് എടുത്തതാണ്. ഫ്രഷ് എടുത്തതാണ്. ഇതിപ്പം ഇല്ലല്ലോ. ഇതിപ്പോൾ ഏത് കൊല്ലമാണ് ഇത് സ്റ്റോപ്പ് ചെയ്തത് പ്രിയോ? 2018 തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടുണ്ട്. 2018 തോന്നുന്നു സ്റ്റോപ്പ് ചെയ്തത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്? സിറ്റി ഡ്രൈവിന് പറ്റിയ സാധനം. നമുക്ക് എവിടെ വേണം പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു വണ്ടി പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാം. അങ്ങനെ ഒരു വലിയൊരു ബ്ലോക്കിൽ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. അത് ഓക്കെയാണ്. പക്ഷെ കുഞ്ഞു വണ്ടിയാണെങ്കിലും ഇത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. വെയിറ്റ് അത്യാവശ്യം ഫീൽ, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യും നമുക്ക്, സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ഇതേ സമയത്ത് ഇത് മറ്റ് വണ്ടിയുള്ള, അതായത് മാരുതി സുസുക്കിയുടെ വണ്ടിയൊക്കെ ഓടിച്ചപ്പോൾ ഇത്രയും സ്റ്റെബിലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ഫീൽ അല്ല, അത് ഈ ഹോണ്ട ബ്രിയോയുടെ ഒരു പ്രത്യേകതയാണ്. വണ്ടി സ്റ്റെബിലിറ്റിയാണ്. എൻജിൻ നല്ല എൻജിനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1,20,000 കിലോമീറ്ററായി. വേറെ മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ലോവർ ആമ്പ് മാറി, സസ്പെൻഷൻ ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി അങ്ങനെ വേറെ ഒന്നും മാറേണ്ടി വന്നിട്ടില്ല. ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല. 1,20,000 കിലോമീറ്ററായി. ബാക്കിയുള്ള ഇപ്പോൾ മാരുതി ആണെങ്കിൽ പോലും ഇത്രയും ഓടുമ്പോഴത്തേക്കും പല പല സാധനങ്ങൾ മാറ്റേണ്ടി വരും. ഇതിപ്പം എന്തു പറയാ, ഫ്രണ്ട് ഷോക്ക് ഓബ്സർ ഒരു പ്രാവശ്യം മാറി. അതിൻ്റെ ലോവർ ആമ്പ് എന്ന് പറഞ്ഞ സംഭവം അത് ഇവിടുത്തെ റോഡിൻ്റെ മിസ്റ്റേക്കാണ്. അത് ഒരു പ്രാവശ്യം മാറി, അത്രേ മാറി. അല്ലാതെ അങ്ങനെ മേജർ സർവീസിൽ പിന്നെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ 1,20,000 കിലോമീറ്റർ ഓടിയിട്ട് അങ്ങനെ ആകെപ്പാടാ ഒന്നും മാറിയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ആൾക്കാർ ഒരു കൊല്ലമൊന്നും പോകണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വണ്ടിയിൽ എന്തൊക്കെയാണ് അടിച്ചു പോകണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു പ്രാവശ്യം പ്ലഗ് മാറിയിട്ടുണ്ട്. 60,000 കിലോമീറ്ററിൽ പ്ലഗ് മാറി, കമ്പനിയിൽ നിന്ന് തന്നെ മാറി. അതൊക്കെ സർവീസിൽ പറഞ്ഞാണ്. വേറെ അങ്ങനെയൊന്നും പണിയായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും മാറിയിട്ടില്ല. പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പേസും ബൂട്ട് സ്പേസൊക്കെ എങ്ങനെയാണ്? അത് സ്പേസ് കുറവാണ്, ബൂട്ട് സ്പേസ് കുറവാണ്. ബാക്ക് യാത്ര ചെയ്യാൻ ഞാൻ യാത്ര ചെയ്തിട്ടില്ല, വലിയ സുഖമില്ല. ഫ്രണ്ട് 2 സീറ്റ് അടിപൊളിയാണ്. ഞാൻ അതിൽ ഇവിടുന്ന് ലോങ് ആന്ധ്ര വരെയൊക്കെ പോയിട്ടുണ്ട്. ഒരു കുഴപ്പം, ഡ്രൈവിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ കംഫർട്ടായിട്ട് പോയിട്ട് തിരിച്ചു വരാമല്ലേ? പക്കയാണ്. പക്ഷേ ബാക്ക് സീറ്റ് കൊള്ളില്ല. ബാക്കിലിരുന്ന ആൾക്കാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബാക്കിൽ അങ്ങനെ നമ്മൾ ലോങ് പോകുമ്പോഴത്തേക്ക് ബാക്കിലിരിക്കുന്നവർക്ക് കംഫർട്ടല്ല. കാരണം ഹെഡ് റെസ്റ്റ് ഇല്ല ബാക്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് അടിപൊളിയാണ്. ഇത് ഏത് വേരിയൻ്റ് ആയിരുന്നു ആ സമയത്ത്? ഇത്ര വേരിയൻ്റ് ഉണ്ടായിരുന്നു? ഫുൾ ഓപ്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 3-2 ആണ്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു. ഇത് ഹൈവേയിൽ പോകുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോർമൽ കാർ പോകുമ്പോൾ കെയർ ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യം നല്ല പിക്കപ്പിൽ കയറി പൊക്കോളൂ. കയറി പോകും. പക്ഷേ അതേപോലെ മൈലേജും കട്ടാവും, ഡ്രോപ്പ് ആവും. മൈലേജ് എത്രയാണ്? മൈലേജ് നോർമലി നമുക്ക് മാന്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 16-17 ലോങ് കിട്ടും. അടുത്തൊക്കെ ആണെങ്കിൽ 13 കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നല്ല ചവിട്ടി കയറി പോവുകയാണെങ്കിൽ ഒരു 13 താഴെ പോകും ഉറപ്പാണ്. അത്യാവശ്യം മൈലേജ് എപ്പോഴത്തേക്കും നമ്മൾക്ക് ലോക്കൽ ഓട്ടത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ പണിയില്ല, മെയിൻ്റനൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ മൈലേജ് കുറവ് നമ്മളങ്ങ്
അഡ്ജസ്റ്റ് ചെയ്യുന്നു. മെയിൻ്റനൻസ് വളരെ കുറവാണ്. കമ്പനി തന്നെ 4500 തൊട്ടാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4500, 500 ആ റേഞ്ചേ ഉള്ളൂ കമ്പനിയിൽ. നമ്മൾ ലോക്കൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാതി പൈസ ഉള്ളൂ. ഇതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഇപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്തല്ലോ, എല്ലാം അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. സ്പെയറിന് വില എങ്ങനെയുണ്ട്? ഇപ്പോൾ സസ്പെൻഷൻ ഞാൻ കമ്പനി ചോദിച്ചപ്പം 2 ഷോക്ക് അബ്സർ കമ്പനിയിൽ 11-12 ആ റേഞ്ചേ ഉള്ളൂ 2. പുറത്ത് അതേ സെയിം സാധനം 1000 പിന്നും കുറവാണ്, 10 റേഞ്ച്. അങ്ങനെ ഓവർ പ്രൈസ്ഡ് എന്ന് പറയാൻ ഉള്ളതില്ലല്ലേ? ഇല്ല, പുറത്ത് നമുക്ക് എല്ലാ സാധനവും അവൈലബിൾ ആണ്. കമ്പനി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചേസ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയറൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആണോ? എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ഒത്തിരി ഡിലേ ഒന്നും അങ്ങനെ മാക്സിമം ഒരാഴ്ച. സർവീസ് ചെയ്യുന്നത് പുറത്താണോ അതോ കമ്പനിയിലാണോ? കമ്പനിയിലാണ്. എല്ലാ സർവീസും കമ്പനിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവരുടെ ഞാൻ ചെയ്തായിരുന്നു, പിന്നെ ബാക്കി എല്ലാം കമ്പനി തന്നെ പോകണം. സർവീസ് എങ്ങനെയാ? സർവീസ് ഹോണ്ടയുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, സൂപ്പറാണ്, അടിപൊളി സർവീസ്. എല്ലാ കംപ്ലൈൻറ്റ്സും അതായത് പറയുന്ന എല്ലാ കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്ത് തന്നെയാണ് തരുന്നത്. വേറെ കംപ്ലൈൻറ്റ് ഇല്ല, അതുകൊണ്ട് അല്ല എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ നമുക്ക്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കംഫർട്ട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ നമുക്ക്. അല്ല, സർവീസ് അവർ ഓൾമോസ്റ്റ് എല്ലാം നല്ല പക്ക സൂപ്പർ സർവീസാണ്. മറ്റ് ഷോറൂം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പക്കയാണ്. കാരണം ഞാൻ ഇവിടെ ടാറ്റയൊക്കെ ഇത് കണ്ടു പഠിക്കണം. പോയിട്ടില്ല, പക്ഷേ ഞാൻ ഓക്സിജനിൽ പോയിട്ടുണ്ട്, സ്കോഡയിൽ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ്. അത് ഡീലിങ്സും നല്ല രസമാണ്. അല്ല, ഈ ഹോണ്ട നമുക്ക് ആൾക്കാർക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണല്ലോ. അതായത് എന്താ പറയുക, നമുക്ക് ഒരിക്കലും ചതിക്കില്ല. നമുക്ക് ടൊയോട്ടയെ പോലെ തന്നെ നമുക്കത് ഒന്ന് ഓടിക്കോളും വണ്ടി. പക്ഷേ ഈ ഡീസൽ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി, അമേസിൻ്റെ ഡീസൽ, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡീസൽ കൊള്ളത്തില്ല. അത് ഇതിൻ്റെ അത്ര ഒരു മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ അത്ര ഒരു പവർഫുള്ളും അല്ല എന്ന് തോന്നല്ലേ? അതാ ഭയങ്കര നോയ്സും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പെട്രോൾ ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റൊക്കെ പറഞ്ഞ മോഡലുണ്ട്. ഈ മോഡലിനില്ല, ജാസ് തൊട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പാഡൽ ഷിഫ്റ്റ് പറഞ്ഞ മോഡലുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇനി ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ലതും നോക്കുന്നുണ്ടോ? പുതിയ അപ്ഗ്രേഡ്? ഇല്ലില്ല, ഞാൻ ഇനി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കാണ് താല്പര്യം. ഇനി എടുക്കുന്നത് ഇലക്ട്രിക് എടുക്കും. BYD അല്ലെങ്കിൽ മഹീന്ദ്ര. ഇലക്ട്രിക് കാർ ഈ വണ്ടിയിൽ അത്ര സുഖമുള്ളതൊന്നുമല്ല. അല്ല, ഇപ്പൊ ഇറങ്ങിയ മഹീന്ദ്രയുടെ വണ്ടിയൊക്കെ, അതായത് ഇത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടും അധികം ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. മറ്റേത് ചിലപ്പോഴത്തേക്കും ഇപ്പോൾ പല ആൾക്കാർക്കും ബാറ്ററി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഹോണ്ടയുടെ ചിലപ്പം വണ്ടിയുടെ അത്ര ഒരു തൃപ്തി ചിലപ്പം പുതിയ ഇലക്ട്രിക് കാറിൽ കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ മാറുകയാണെങ്കിൽ ഇത് കൊടുക്കാതെ മാറുന്നുള്ളൂ, ഇത് നിർത്തിയിട്ടേ മാറുന്നുള്ളൂ. ഇത് കൊടുക്കുന്ന റീസെയിൽ വാല്യൂ കൂടുതലാണ് ഈ വണ്ടി മോഡൽ. ഞാൻ ഇത് OLX ഇടയ്ക്ക് എടുത്തിട്ടായിരുന്നു വിൽക്കാൻ വേണ്ടി. അപ്പം ഇത് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല റീസെയിൽ വാല്യൂ. അല്ല, ഇത് ഒത്തിരി പേര് ഇപ്പം മോഡിഫൈ ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മോഡിഫൈ ചെയ്യാൻ ഇവിടുത്തെ ഇത് വെച്ച് പറ്റത്തില്ല. കാരണം ഞാൻ ഇതിൽ 4 അലോയ് 80,000 കൊടുത്ത് 4 അലോയ് ബാക്ക് സ്പോയിലർ എല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് പെറ്റി ഇത് എല്ലാവരെയും ഓടി കിടന്ന് പെറ്റി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. ഇതിൽ RS വേരിയന്റ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇത് വണ്ടി എടുത്ത സമയത്തുള്ളത് തന്നെയാണോ ഈ ഇതിലുള്ള എല്ലാം ഒന്നും അങ്ങനെ മാറ്റിയിട്ടില്ല? ഇതിൽ ഈ ഹെഡ്ലൈറ്റ് മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തു, അപ്പോഴത്തേക്ക് ഈ പെറ്റി രസമുണ്ടായി പിന്നെ മാറ്റാത്തത്. ഹെഡ്ലൈറ്റ് RS എഡിഷൻ, അതായത് ഇതിൻ്റെ കിറ്റ് കയറ്റിയ മോഡലുണ്ട്, പ്രൊജക്ടർ വരുന്ന ടൈപ്പ്. അത് ഇതിനേക്കാളും ചെറുതായിട്ടാണ്? സെയിം സൈസ് തന്നെ, പ്രൊജക്ടർ വരുന്ന ടൈപ്പ്. അതായത് മൊബൈലിയോ എന്ന് പറഞ്ഞാൽ. അല്ല, അതിന് ഫൈനാണോ? മൊബൈലിയോ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതിൻ്റെ RS എഡിഷനിൽ ഉണ്ട്. അല്ല, അങ്ങനെ ഒരു ലൈറ്റ് മാറ്റി ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫൈൻ വരുമോ? ഞാൻ അത് അന്വേഷിച്ചായിരുന്നു ഷോറൂമിൽ ചെന്ന്, അപ്പോൾ അവർ പറഞ്ഞ വേണ്ട മാറ്റില്ല, മോഡലിനത് ഇറക്കിയിട്ടില്ല കമ്പനി. പക്ഷേ അത് കയറ്റി നൈസ് ആയിരിക്കും കേട്ടോ. പക്ഷേ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ പാടാം. അപ്പോൾ ഇതിലുള്ളതെല്ലാം വേറെ ഒന്നും അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ പെയിൻറ്റും സ്റ്റോക്ക് തന്നെയാണ്. ഇതിൽ പിന്നെ ഇഷ്ടപ്പെട്ട വേറെ എന്തോന്നുണ്ട്? ഇതിൽ ബ്ലൈൻഡ് സ്പോട്ട് വളരെ കുറവാണ്, ഫുൾ ഗ്ലാസ് ഏരിയയാണ്, നല്ല വിസിബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഡിസൈനാണ്, ബാക്ക് ഡിസൈനാണ്. ഗ്ലാസ് ഒരു വലിയ പീസ് ഗ്ലാസ്സാണ്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ബ്രിയോ. അതേപോലെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്, ഈ ഡിസൈൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ബ്രിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഇത് ഫുൾ ഗ്ലാസ് ഏരിയയാണ്, അത്യാവശ്യം ഒരു ക്രാംഡായിട്ടുള്ള ഫീലൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നത് എന്തെന്നൊക്കെയുണ്ട്. ഇതിനകത്ത് പഴയ സ്റ്റീരിയോ ഒക്കെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. അല്ല, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. ആ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, ഫോൺ പെയർ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. പിന്നെ ഇതിൽ വേറെ ഫീച്ചേഴ്സായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ഫ്രണ്ടിലൊരു ക്യാമറയും ബാക്കിലൊരു ക്യാമറ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്.
അത് മാത്രമേ ഉള്ളൂ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളത്. നമ്മൾ ലോങ് ട്രാവൽ ചെയ്യണോണ്ട് അത് തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ വൈഫ് പോലും ഡ്രൈവ് ചെയ്യുന്നുണ്ടോ വണ്ടി? ഇല്ല. വേറെ ആർക്കും അങ്ങനെ കൊടുക്കാറുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് വണ്ടി ഓടുന്നത്. ഹോണ്ടയുടെ തന്നെ വേറെ ഏതൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി വേറെ ഏതെങ്കിലും ഉണ്ടോ? ജാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ, പിന്നെ സിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. രണ്ടിന് ഓട്ടോമാറ്റിക് പാഡൽ ഷിഫ്റ്റ് പറഞ്ഞ മോഡൽ ഭയങ്കര ഇഷ്ടം. ഇവർക്ക് ഈ ഹോണ്ടയുടെ ഇപ്പം ഒരു സിഗ്നേച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഈ എഞ്ചിൻ്റെ ആ ഒരു അല്ല, ഹോണ്ടയുടെ ഞാൻ വേറെ ഓടിച്ചിട്ടുണ്ട്, അക്കോർഡ് ഓടിച്ചിട്ടുണ്ട്, സിവിക് ഓടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പക്ഷേ നമുക്ക് നല്ല സൈലൻ്റ്, എഞ്ചിൻ നല്ല സൈലൻ്റ് ആണല്ലേ? അല്ല, അത് സൈലൻ്റ് അല്ല, അത് പെർഫോമൻസ് ഭീകരമാണ് ആ രണ്ട് വണ്ടി. പക്ഷേ നമുക്ക് മൈലേജ് എന്നുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നോക്കില്ല, അതാണ് നോക്കാത്തത്. അക്കോർഡ് സിവിക് നല്ല വണ്ടിയാണ്. ഇതിൻ്റെ ബ്രേക്കിങ്ങും കോർണറിങ് ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റിയും നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കാർ എടുക്കുന്നത് കാരണം. സ്വിഫ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റിയും ഇത് കൂടുതലാണ്. നല്ല സൂപ്പർ ബ്രേക്കിംഗ് ആണ്. സ്വിഫ്റ്റ് ബ്രേക്കിങ്ങും സ്റ്റെബിലിറ്റിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നല്ല കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ. വെഡിങ് ഫോട്ടോഗ്രാഫറാണ്, അപ്പോഴത്തേക്കും വർക്കിന് കുറേ സാധനങ്ങൾ കാണാം, കുറേ ലൈറ്റുകൾ, കുറേ ബാഗുകൾ. അപ്പോഴത്തേക്കും അതെല്ലാം കൂടി ഇതിനകത്ത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും? ഇതിൽ ക്യാമറ ബാഗും ലൈറ്റ് ബാഗും എല്ലാം വെക്കാൻ പറ്റും, ഹെവി സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല. അതിനുള്ള വിധിയില്ല. നോർമൽ കുഞ്ഞ് സ്റ്റാൻഡ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹെവി സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല. ഇല്ല, ഹെവി സ്റ്റാൻഡ് ആണെങ്കിൽ ഞാൻ കൂടെ ഉള്ള ആരെങ്കിലും കറക്കിറിയുമ്പോൾ. പക്ഷേ ഈ പ്രശ്നം സ്വിഫ്റ്റിൽ വരില്ലായിരുന്നു. ഇല്ല, സ്വിഫ്റ്റിൽ ഹെവി സ്റ്റാൻഡ് വെക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാൻഡ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ് ഈ വണ്ടിയിൽ? ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസ് ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. ഇല്ല, ഒരു ബോട്ടിൽ ഡോർ ഹാൻഡിലൊന്നും ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് പോലും ഇല്ല. ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്, ബാക്കിലില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 പേർക്ക് മാത്രം ഒരു യാത്ര ചെയ്യാമല്ലോ. ബാക്കിലൊരു അത്ര ഒരു എല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റുന്നൊരു കാറായിട്ട് അല്ല, ഒരു സെക്കൻഡറി കാറായിട്ട്. ബാക്കിൽ ഇത് ഇരിക്കണേക്കാട്ടിയും കംഫർട്ടാണ് വാഗനർ. വീട്ടിൽ അനിയന് വാഗനർ അത്രയും കൺജസ്റ്റഡ് ആണ് ബാക്കിൽ ഇതിന്നും യാത്ര സുഖം വാഗനറാണ് ബാക്ക് സീറ്റ്. ഇത് നമുക്ക് എന്താ പറയുക, ഇത് 1-2 പേർക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് ആ ഒരു ഫണ്ണായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ അത്രേ ഉള്ളൂ. യാത്ര ഫ്രണ്ട് സീറ്റ് കാറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രണ്ട് സീറ്റ് ഓക്കെ. അല്ലാതെ ഒരു എല്ലാവരും നമുക്ക് ഫാമിലി ഒക്കെ വെച്ചുകൊണ്ട് ഒരു വലിയ ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഗുജറാത്ത് ബാക്കിൽ ആളിൽ നിന്ന് ഇവിടുന്ന് കാസർഗോഡ് പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ അത് നല്ല, പക്ഷേ അവർ നല്ല ടയർഡാവും. ബാക്കിൽ ഇച്ചിരി പാടാണ്, അവർക്ക് ഈ തൈ സപ്പോർട്ടൊക്കെ കുറവല്ലേ, കാലൊക്കെ സീറ്റൊക്കെ കുറവല്ലേ. പിന്നെ ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡ്രൈവറുടെ സീറ്റ് എങ്ങനെയാണ്? നല്ല ഫ്രണ്ട് 2 സീറ്റ് അടിപൊളിയാണ്, ബക്കറ്റ് സീറ്റാണ്, നല്ല കംഫർട്ട്, നല്ല കംഫർട്ടാണ്. പക്ഷെ ബാക്ക് സീറ്റ് ഉള്ളില്ല, ഫ്രണ്ട് 2 സീറ്റ് അടിപൊളിയാണ്. എത്ര ലോങ് ഇരിക്കാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഫ്രണ്ട് മിക്കവാറും നമ്മളെ റോഡിൽ ഫ്രണ്ട് സൈഡ് എവിടെയും ചെന്ന് പിടിക്കും. നമ്മൾ നല്ലൊരു ഹമ്പൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. നമ്മൾ തമിഴ്നാട്ടിൽ വലിയ ഹമ്പാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത് മിക്കവാറും ഫ്രണ്ട് ബമ്പറിന്റെ പോർഷൻ ഇഷ്ടം പോലെ. ഇത് 2ാമത്തെ ബമ്പറുണ്ട് ഇടിച്ചു പോയത്. ബമ്പറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. മാരുതിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. ക്വാളിറ്റി ഉണ്ട് എന്നാലും പക്ഷേ നമ്മൾ നല്ല സ്പീഡിലേക്ക് വന്ന് ഇടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പോകും. എനിക്കിത് 2-3 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്. ഇത് മാറാനൊക്കെ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് എല്ലാം ക്ലൈമിൽ കയറി പോകും. 1500 രൂപ നമ്മൾ പ്രോസസ്സിങ് ഫീസ് അടച്ചിട്ട് ബാക്കി ക്ലൈമില്ലാതെ വെക്കൊണ്ടല്ലോ. ഇനി ഇത് ആവും തോന്നുന്നു ഇനി, കാരണം ബമ്പർ ടു B2B കഴിഞ്ഞു. ഇനി ഇത് കഴിയുന്നാവും, എന്നാലും വലിയ എമൗണ്ട് ആവത്തില്ല. അടുത്തത് ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EV ആണ് ഇനി എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും EV നോക്കിയിട്ടുണ്ടോ? ഇഷ്ടപ്പെടുന്ന വണ്ടിയുണ്ടോ? ഞാൻ EV ഒരുപാട് നോക്കിയായിരുന്നു, മീൻസ് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഡ്രൈവ് ചെയ്തിട്ടില്ല ഒന്നും. അതിൽ ഇപ്പോൾ BYD-യുടെ വണ്ടി ആയിരുന്നാലും കിയയുടെ ഒരു മോഡലായിരുന്നാലും കാണാൻ ഭീകര ലുക്കാണ്. റോഡ് റെസിസ്റ്റൻസ് അടിപൊളിയാണ്. പിന്നെ മഹീന്ദ്ര ഇപ്പോൾ ഇറങ്ങിയ 2 മോഡൽ B6 അതും കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ EV എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് മോഡൽ ഗിയർ മാനുവൽ ഉപയോഗിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക്കലിട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു ഇത് മാനുവൽ, ഫുൾ ഓപ്ഷൻ മാനുവലാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ സർവീസിന് പോയ സമയത്ത് ഞാൻ ഇത് ഓട്ടോമാറ്റിക് ഓടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ തോന്നിയത് ഓട്ടോമാറ്റിക് ആയാൽ മതിയായിരുന്നു എന്ന്. വളരെ നമുക്ക് ഒരു ജോലി 1 ലക്ഷം കിലോമീറ്റർ അല്ല 1 ലക്ഷം രൂപ എന്തോ ഇത് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ 2 തമ്മിൽ. പക്ഷേ അന്ന് ഞാൻ അത് മൈൻഡ് ചെയ്തില്ല.
പിന്നീട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം നമ്മളിപ്പോൾ നല്ല ബ്ലോക്കിലൊക്കെ ചെന്ന് പെടുകയാണെങ്കിൽ തന്നെ ഇതിന് അതാണ് കംഫർട്ട്, അതാണ് കംഫർട്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും ക്ലച്ച് ഓടണം, പ്രത്യേകിച്ച് സിറ്റി പോകുമ്പോഴത്തേക്കും. EV കാർ വളരെ കംഫർട്ട് ആയിരിക്കും. കാര്യം EV കാർ നമുക്ക് അല്ല ഇനി ഫ്യൂച്ചർ എന്തായാലും EV ആണ്. ഇതിൻ്റെ എഞ്ചിനും ഭയങ്കര സൈലൻ്റ് ആണ്. EV അത്ര ഇല്ല, എന്നാലും സൈലൻ്റ് ആണ്. EV ഞാൻ എന്തായാലും ഈ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ 2-3 ഫ്രണ്ട്സിന് പഞ്ചുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, നോക്കിയതിന് ശേഷം പ്ലാൻ ചെയ്യാം. പിന്നെ ടാറ്റയുടെ വേറൊരു മോഡൽ ഇറങ്ങി, നമ്മളൊരു ഫ്രണ്ട് ഇപ്പോൾ എടുത്തായിരുന്നു, ടാറ്റ കാർവ്. അതും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അതൊരു സോഫ്റ്റ്വെയർ വെഹിക്കിളാണ് EV കാർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ചെറിയ ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ അത് നമ്മൾ എല്ലാ വണ്ടിയും അല്ല, BYD ഒന്നും അല്ല, BYD ഒക്കെ ഇതിൽ കിങ് ആണ്. അല്ല ഇതേ സംഭവം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സംഭവമാണ്. നമ്മളെ ഫീൽഡ് ക്യാമറ ഫീൽഡ് അത് ഫുള്ള് സെൻസറും എന്താ പറയുക, ഫുൾ ഇലക്ട്രിക് സാധനം. ഏത് നിമിഷം വേണോ ഷട്ടർ അടിച്ച് പോയി ഇഷ്ടംപോലെ പണിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കണമെങ്കിൽ ഇതൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള വെഹിക്കിളാണ്, അല്ലാതെ പുറത്തുള്ള ഹ്യുണ്ടായോ BYDയോ ഒന്നുമല്ല. അതൊക്കെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ബ്രാൻഡാണ്. നമ്മൾക്ക് ഉപയോഗിക്കുന്ന ക്യാമറയും കാട്ടി റിലയബിലിറ്റി കൂടുതലാണ് കാറിന് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ സോണിയുടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന 4ാമത്തെ സോണി ക്യാമറയാണ്, അല്ല 2ാമത്തെ സോണി ക്യാമറ. 2 ക്യാമറയിലും ഒരു 10-20 പ്രാവശ്യം ഞാൻ ഇത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ബോർഡ് മാറി, ഷട്ടർ മാറി, ലാസ്റ്റ് ഒരു ബോഡി സെൻസർ കംപ്ലൈൻറ്റ് ആയപ്പോഴാണ് അടുത്ത് ക്യാമറ എടുത്തത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് EV കാർ ബാറ്ററി മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഇതിപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയത്? 7 വർഷം. 7 വർഷമായിട്ടാണ് ഇത്രയും ഓടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. 7 വർഷം കൊണ്ടാണ് ഒരു ഇലക്ട്രിക് കാർ. അല്ല 7 വർഷത്തിൽ 3 വർഷം ലോക്ക്ഡൗൺ ആയിരുന്നു. ആ സമയത്ത് ഓടിയാ? ഇല്ല അത് ഓടിയില്ല. ബാക്കിയുള്ള സമയം ഈ നല്ല ഓട്ടം ഉള്ള ആൾക്കാർക്ക് ഇലക്ട്രിക് കാർ ഭയങ്കര ലാഭമാണ്. അല്ല അതാണ് അതായത് നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ഓട്ടം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് അവർക്ക് ഇലക്ട്രിക് കാർ വളരെ ലാഭമായിരിക്കും. ഒരു വളരെ ഹാപ്പി കസ്റ്റമറാണ്. നമ്മൾ പല റിവ്യൂസും ചെയ്തിട്ടുണ്ട്, പല വണ്ടികളും ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും ഓടിയിട്ട് ഒന്നും മാറേണ്ടി വന്നിട്ടില്ല. അധികം ഒന്നും എന്താ പറയുക, മേജർ സർവീസ് കഴിഞ്ഞിട്ട് പോലും ഒന്നും വരാത്ത അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ധൈര്യമായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നിൽക്കുമല്ലേ വണ്ടി. ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഡെയിലി ബഡ്ജറ്റിനനുസരിച്ച് വണ്ടി നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അധികം മെയിൻ്റെനൻസ് ഒന്നും ആയിട്ടില്ലല്ലോ. നോർമൽ ആൾക്ക് പറ്റിയ വണ്ടിയാണ്. വേറൊന്നും ഒരു കുറ്റവും പറയാനില്ല, ഹാപ്പിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഹോണ്ട ബ്രിയോ, ഒത്തിരി ലേഡീസിനായിക്കോട്ടെ. പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി വണ്ടിയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൈമറി ആയിട്ട് വളരെ സ്പേസ് കുറവാണ്, ബാക്കിലൊക്കെ ഇരിക്കാൻ സ്പേസ് കുറവാണ്. വേറൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.